മനുഷ്യനുണ്ടല്ലോ, മനുഷ്യനെ വിചിത്രമായിട്ടുള്ളൊരു ജീവിയാണ് ഞാൻ പറയും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം എന്താ, അവൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വിചിത്രമാണ്. എനിക്ക് നിന്നെ പ്രാണനാണ്, നിന്നെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടുന്നവർ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ ശത്രുക്കളായി മാറുന്നത് കണ്ടിട്ടുണ്ട്. അത് എല്ലാ കാലവും ഒരേപോലെ ഒരു മനുഷ്യനും ആരെയും സ്നേഹിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ മനുഷ്യ സ്ത്രീ നമ്മുടെ അമ്മയായിരിക്കും. അമ്മയ്ക്ക് അവരുടെ മക്കളെ എല്ലാ കാലവും ഒരേപോലെ സ്നേഹിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലാതെ ഒരാൾക്കും സാധിക്കില്ല എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ കണ്ടിട്ടുള്ള ജീവിതത്തിലൊക്കെ ആദ്യ നാളുകളിൽ നല്ല സ്നേഹത്തോടെയും നല്ല വളരെയധികം സ്നേഹത്തോടെ മുന്നോട്ട് പോയിട്ടുള്ള കുറച്ച് കാലം കഴിയുമ്പോൾ അതില്ലാതെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. എല്ലാ കാലവും ഒരേപോലെ സ്നേഹിക്കുന്നത് നമ്മുടെ അമ്മ മാത്രമാണ്. അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ്. അങ്ങനെ അല്ലാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാ ആളുകളും അങ്ങനെയല്ല. കാലം കഴിയുന്നോറും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ സ്നേഹമൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. അവരൊന്നിൽ അടുത്ത വസ്തു അടുത്തയാളെ ഇങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് മനുഷ്യൻ. അങ്ങനെ വിചിത്ര സ്വഭാവമുള്ളൊരു ഒരേ ഒരു ജീവിവർഗം ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ മാത്രമാണ്. എല്ലാ കാലവും അവൻ്റെ സ്വഭാവങ്ങളും ഇഷ്ടങ്ങളും എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെയല്ല എന്നാണ് നിങ്ങളുടെ കാഴ്ചപ്പാടെങ്കിൽ കമൻറ്റ് പ്ലീസ്.